ഇവിടെ ഇന്ത്യ മഹാരാജ്യത്ത് നരേന്ദ്രമോദി സർക്കാരിന്റെ കൂടെ ജനങ്ങളൊപ്പം ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു മോഹവുമായിട്ട് രാഹുൽ ഗാന്ധി ഇറങ്ങി തിരിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വരെ വെടിയുണ്ട വീഴും, ഒരു സംശയവും വേണ്ട. ന്യൂസ് 18 ഡിബേറ്റ് ചർച്ച ചെയ്ത് ദേശീയ രാഷ്ട്രീയം. ശ്രീ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വെടിയുണ്ട വർഷിക്കും പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുകയാണ്. ഒരു കേസ് പോലും എടുക്കാൻ തയ്യാറാകാത്ത ഈ ഗവൺമെന്റിനെ കുറിച്ച് ഓർത്താണ് എന്തുകൊണ്ട് ഗവൺമെന്റ് നടപടി സ്വീകരിക്കുന്നില്ല. കെ.സി. വേണുഗോപാലിനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ ഇത് അമിത്ഷായ്ക്ക് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് കത്തയക്കുമെന്ന് വ്യക്തമാക്കി. രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വരെ വെടിയുണ്ട വീഴും, ഒരു സംശയവും വേണ്ട, ഒരു സംശയവും വേണ്ട. കൊലവിളിയോട് പ്രതികരിച്ച് പ്രമുഖ നേതാക്കൾ. ഈ ഗവൺമെന്റ് രാജ്യത്തെ ഏറ്റവും സമുന്നതനായ നേതാവിന്റെ നെഞ്ചിൽ വെടിയുണ്ട വായിക്കുമെന്ന് പറഞ്ഞ BJP നേതാവിനെ സംരക്ഷിക്കുക. ഹൈ പ്രയോറിറ്റിയിൽ രാജ്യം കൊണ്ടു നടക്കുന്ന ആളാണ്. പ്രിന്റു മഹാദേവ് അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് കേന്ദ്രങ്ങൾ നൽകുന്ന വിവരം. മാപ്പ് പറയുന്നതിന് പകരം ന്യൂസ് 18നും അവതാരക MG രേണുകയ്ക്കുമെതിരെ ഗൂഢാലോചന ആരോപണവുമായി പ്രിന്റു. അതിൽ അവതാരികയും കൃത്യമായിട്ട് ഇത് ബോധപൂർവം ഒരു അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് എന്നെ വ്യക്തിപരമായി തേജോവധം ചെയ്യാനും. ഈ ചർച്ചയിൽ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ബോധപൂർവം സൃഷ്ടിച്ചെടുത്ത കാര്യങ്ങളല്ല പുറത്തു വന്നിട്ടുള്ളത്. പ്രസ്താവന പിൻവലിക്കുന്നുണ്ടോ? രാജ്യത്തിനെതിരെ കലാപം നടത്തി കഴിഞ്ഞാൽ വെടിയുണ്ട വീഴും, രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വരെ വെടിയുണ്ട വീഴും, ഒരു സംശയവും വേണ്ട. പ്രസ്താവന പിൻവലിക്കുന്നുണ്ടോ? നിരന്തരം ചർച്ചയായി ന്യൂസ് 18 വാർത്തകൾ.